എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. സവാളയും തേങ്ങയൊന്നും ചേർക്കാതെ നല്ല കുറുകിയ ചാറിൽ വളരെ ടേസ്റ്റി ആയിട്ടാണ് ഞാനിത് തയ്യാറാക്കിയിട്ടുള്ളത്. ചപ്പാത്തിയുടെയും ചോറിൻ്റെ കൂടെയൊക്കെ സൂപ്പറാണ് കേട്ടോ. എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ. ഈ കറി മത്തിയോ അയിലയോ വെച്ച് ചെയ്താൽ സൂപ്പറാണ്. എനിക്കിവിടെ വലിയ നല്ല നാടൻ അയിലയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അയിലയുടെ മേലെ ഭാഗത്ത് ഒരു വഴുപ്പൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഒന്ന് വരണ്ടിക്കളയാം. എന്നിട്ട് വാലും ചിറകെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട്, എല്ലാവർക്കും ക്ലീൻ ചെയ്യാനൊക്കെ അറിയാം, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ് കേട്ടോ. അതിൻ്റെ തലയൊന്ന് കട്ട് ചെയ്തെടുത്ത് ഉള്ളിലെ ഭാഗങ്ങളെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് കുടൽമാലയൊക്കെ എടുത്ത് കളയണം. ഉള്ളിൽ കറുപ്പ് ഭാഗം ഉണ്ടാവില്ലേ, ഒരു ലെയർ പോലെ, ഒരു പാട പോലെ ഉണ്ടാവില്ലേ, അതെല്ലാം എടുത്ത് കളയണം. ഇല്ലെങ്കിൽ കറി വയ്ക്കുമ്പോൾ വയറിനൊക്കെ അസുഖം വരുമെന്നാണ് പറയുന്നത് കേട്ടോ. ഇനി അതിൻ്റെ ഉള്ളിലുള്ള മുള്ളും ഒന്ന് വലിച്ചെടുത്തിട്ട് നല്ലതായിട്ട് ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതേപോലെ എല്ലാ അയിലയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ. അതിനായി കല്ലുപ്പിട്ടിട്ട് എല്ലാവരും ഉരച്ച് കഴുകില്ലേ, അതേപോലെ തന്നെ നന്നായിട്ടൊന്ന് ഉരച്ച് കഴുകി അതിലെ വഴുപ്പും സ്മെല്ലൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. കുറച്ച് നേരം അങ്ങനെ കഴുകിയെടുക്കാം കേട്ടോ. ഇനി നമുക്ക് കറി തയ്യാറാക്കാം. അതിനായി പഴുത്ത തക്കാളിയാണ് വേണ്ടത്. പിന്നെ കുടംപുളി കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. വാളംപുളി ആയാലും നല്ലതാണ്. ഇനി ചെറിയുള്ളിയാണ് ഞാനിതിലേക്ക് ഉപയോഗിക്കുന്നത്, സവാള ഉപയോഗിക്കണില്ല കേട്ടോ. കുറച്ച് അധികം ചെറിയുള്ളി തോലൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കട്ടെ. പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയാണ് കേട്ടോ വേണ്ടത്. നല്ല മൂത്ത ഇഞ്ചിയായ കാരണം ഒരു ചെറിയ കഷ്ണമേ ഞാൻ എടുക്കണുള്ളൂ. ഇഞ്ചിയുടെ ഫ്ലേവറൊക്കെ കൂടുതൽ നിൽക്കുമ്പോഴേ മീനിൻ്റെ ടേസ്റ്റ് കിട്ടില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. പിന്നെ വേണ്ടത് ഒരു വെളുത്തുള്ളി അല്ലിയാണ്. കുറച്ച് വലുതായ കാരണം ഒരല്ലി മതി കേട്ടോ. അതും തോലൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇനി നമുക്ക് തക്കാളി കഴുകി വൃത്തിയാക്കി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യണം. അത് വീഡിയോയിൽ വന്നില്ല കേട്ടോ. പിന്നെ ചെറിയുള്ളി ഇതാ ഇത്രയും ബൗളിലുള്ള അളവ് കണ്ടില്ലേ, ഇതേപോലെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ നന്നാക്കിയെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഫ്രഷ് കറിവേപ്പിലയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കറി തയ്യാറാക്കാം. അതിനായി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. തണുപ്പായതുകൊണ്ട് കട്ടയായിരിക്കുകയാണ്, ഒന്ന് മെൽറ്റായിട്ട് വരട്ടെ. ഉരുകി വന്നപ്പോൾ അതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. കടുക് ചേർക്കേണ്ടവർക്ക് കടുകും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ മീൻകറിയിൽ കടുക് ചേർക്കാറില്ല. ഉലുവ നന്നായിട്ടൊന്ന് പൊട്ടി ഒരു ഗോൾഡൻ കളറായി വന്നു, നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് നന്നാക്കി വെച്ച ചെറിയുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കട്ട് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. അതൊന്ന് എണ്ണയിൽ കിടന്ന് വഴലട്ടെ. കട്ട് ചെയ്ത് വെച്ച തക്കാളിയും നമ്മൾ ചതച്ച് വെച്ചിട്ടില്ലേ ഇഞ്ചിയും വെളുത്തുള്ളിയും, അതും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. തക്കാളിയുടെ വെള്ളത്തിൽ ഒന്ന് വെന്ത് എല്ലാം ഒന്ന് വഴന്ന് വരട്ടെ കേട്ടോ. കൂട്ടുകാരെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായം വീഡിയോ കണ്ടിട്ട് ഇടാനും മറക്കരുത് കേട്ടോ. ഈ സമയം നമുക്ക് കറിയിലേക്ക് ചേർക്കാനുള്ള പൊടികളൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എരിവിനാവശ്യത്തിനുള്ള മുളക് പൊടി എടുക്കാം. പച്ചമുളകൊന്നും ചേർത്തിട്ടില്ല, മുളക് പൊടിയുടെ എരിവ് തന്നെയാണ് കേട്ടോ വേണ്ടത്. എരിവിനുള്ള മുളകെടുത്തു. അല്പം മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയുമാണ് കേട്ടോ. അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. കുറച്ച് വെള്ളത്തോടെ തന്നെ ചെയ്യാം കേട്ടോ. എന്നിട്ട് ഒരു അല്പസമയം അവിടെ ഇരിക്കട്ടെ. കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ട്, അത് വന്നില്ല വീഡിയോയിൽ. അപ്പോഴേക്കും ഉള്ളിയും തക്കാളിയും ഒക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ. ഇനി നമുക്കതൊരു മിക്സി ജാറിലേക്ക് മാറ്റി കൊടുക്കാം. തണിഞ്ഞതിന് ശേഷം അരച്ചെടുത്താൽ മതി കേട്ടോ. സ്റ്റൗ ഓഫ് ചെയ്യണേ ഈ സമയം. മിക്സി ജാറിലേക്ക് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്, തണിയാനായിട്ട് വെക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച പൊടികളില്ലേ, അത് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് സ്റ്റൗ ഒന്ന് ഓണാക്കണം കേട്ടോ. സിമ്മിലിട്ടിട്ട് അതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർക്കാം. പിന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള കുടംപുളിയില്ലേ, അത് വെള്ളത്തോടെ തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ വൃത്തിയാക്കി വെച്ചതാണ്, അതുകൊണ്ടാണ്. എന്നിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്ന് തിളച്ച് വരട്ടെ. ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്കായി വരട്ടെ. അപ്പോഴേക്കും നമുക്ക് തണിഞ്ഞ ഉള്ളിയും തക്കാളിയും വഴറ്റിയതില്ലേ, അതൊന്ന് മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. അപ്പോഴേക്കൊക്കെ ഈ മസാല ചേർത്തതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പ് ഒഴിച്ചു കൊടുക്കണം. ഈ സമയം ഹൈ ഫ്ലെയിമിലിടണ്ട കേട്ടോ, ചട്ടി നല്ല ചൂടുണ്ടാവും. ഇനി മിക്സിയുടെ ജാറിലേക്ക് അല്പം വെള്ളവും കൂടി ഒഴിച്ചിട്ട് അതും കൂടി ചേർക്കാം. കുറുകിയ ജാറിലാണ് കേട്ടോ അത് ടേസ്റ്റ്. കൂടുതൽ വെള്ളം ആവശ്യമുള്ളവർക്ക് ചൂടുവെള്ളം ചേർത്ത്
നീട്ടിയെടുക്കാം. ഇനി ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് തെളിഞ്ഞ് വരട്ടെ. പച്ചമണമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറിയിട്ട് വരുമ്പോഴേക്കും നമുക്ക് നന്നാക്കി വെച്ചില്ലേ ആ ഇല, അത് മേലെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഉപ്പും മുളകൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചോട്ടെ വെച്ചിട്ടാണ് കേട്ടോ. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കണം. ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചട്ടി ഒന്ന് ചുറ്റിച്ചിട്ട് കയ്യിലിട്ടൊന്ന് ഇളക്കാതെ ഒന്ന് അടച്ച് വെച്ച് ഒന്ന് കുക്കാവട്ടെ. അതിലേക്ക് അല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. നന്നായിട്ടൊന്ന് തിളച്ച് മീനൊക്കെ വെന്ത് കഴിഞ്ഞാൽ സ്റ്റൗ ഓഫ് ചെയ്യാം. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അയല മീൻ കറിയാണ്. അഭിപ്രായം കമൻറ്റ് ചെയ്യൂ, ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരാം കേട്ടോ.